കേരളത്തിലെ ഏറ്റവും വലിയ ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 6.0. ലേൺവൈസിന്റെ അക്കാഡമിക്സ് ആൻഡ് റിസർച്ച് ടീം നേതൃത്വം നൽകുന്ന ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 6.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എയും അതുപോലെ തന്നെ മെഷീൻ ലേണിംഗ് അൽഗോരിതംസും യൂസ് ചെയ്തുകൊണ്ട് ഡീറ്റെയിൽ അനാലിസിസ് നടത്തി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയിട്ടുള്ള PDF ഫയലുകൾ ലേൺവൈസ് ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിലെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ എത്രയും പെട്ടെന്ന് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ 7592939616 എന്നതാണ്. സോ പരീക്ഷ എഴുതാൻ പോകുന്ന എല്ലാ ലേണേഴ്സിനും ജൂൺ 2026 അപ്പിയർ ചെയ്യുന്ന എല്ലാ ലേണേഴ്സിനും എന്റെ ഭാഗത്തുനിന്നും ലേൺവൈസിന്റെ ഭാഗത്തുനിന്നും എല്ലാവിധ ആശംസകളും. ഇഗ്നോ മുൻകാല ചോദ്യപേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് BCOS 183 UG എലക്ടീവ് പേപ്പർ ആണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. BCOS 183 കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഇൻ ബിസിനസ് PYQ അൾട്ടിമേറ്റ് അനാലിസിസ് ആണ്. നമ്മുടെ എക്സാമിന് കുറച്ചും കൂടി ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രോസസ്സ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഈ ഒരു ഡെക്ക് അനാലിസിസ് എന്ന് പറയുന്നത് ടേം ആൻഡ് എക്സാമിനേഷൻ പേപ്പേഴ്സിന്റെ അസൈൻമെന്റിന്റെയും ക്വസ്റ്റ്യൻസിനെ നമ്മൾ വാല്യൂറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ എടുക്കുന്ന ഒരു ഇനീഷ്യേറ്റീവ് ആണത്. BCOS 183 ഇതിൽ നിങ്ങൾക്ക് എക്സാം പാറ്റേൺസും ഹൈ ഈൽഡ് ആയിട്ടുള്ള സിലബസ് മാപ്പ് എങ്ങനെയാ വരുന്നത് എന്നുള്ളതും ഹൈ പ്രോബബിലിറ്റി ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നുള്ളതും എല്ലാം ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അതേപോലെ തന്നെ പ്രാക്ടീസ് സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒരു 2 ഫുൾ പ്രെഡിക്റ്റീവ് പ്രാക്ടീസ് സെറ്റ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ ഒരു സ്ട്രക്ചേർഡ് ആൻസർ റൈറ്റിംഗ് ടൂൾ കിറ്റും ഉണ്ടായിരിക്കും. നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഒന്ന് കാം ആവുക, നമ്മൾ ഫോക്കസ്ഡ് ആവുക, ഒട്ടും പാനിക് ആവേണ്ട കാര്യമില്ല. ജസ്റ്റ് നമ്മുടെ സ്റ്റഡി പ്രോസസ് എന്ന് പറയുന്നത് നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത്. നമുക്ക് ഒരുമിച്ച് പോവാം. ഹൗ ടു യൂസ് ദിസ് ഡെക്ക് എന്ന് ചോദിച്ചാൽ ചൂസ് ദ പാത്വേ ദാറ്റ് മാച്ചസ് യുവർ കറന്റ് പ്രിപ്പറേഷൻ ലെവൽ. നമ്മൾ ഇതിൽ ഓരോ കാറ്റഗറിയും പറയുന്നുണ്ട്. ആ ഓരോ കാറ്റഗറിക്കും അനുസരിച്ച് നമ്മൾ അത് സെലക്ട് ചെയ്യാം. പാത്ത് 1 എന്നില്ല ഒരു 7 days സ്പ്രിന്റ് ആണ്. നമുക്ക് വളരെ കുറച്ച് ടൈമേ ഉള്ളൂ ഉണ്ടെങ്കിൽ അവർക്കുള്ളതാണ് ഈ ഒരു വഴി എന്ന് പറയുന്നത്. ഇഫ് ദ എക്സാം ഈസ് 1 week away, എക്സാം എന്ന് പറയുന്നത് ഒരാഴ്ച കഴിഞ്ഞ് നമുക്ക് എക്സാം ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആക്ച്വലി നമ്മൾ ഫോക്കസ് ചെയ്യാം എന്തൊക്കെയാണ്. ഡേ 1 എന്തൊക്കെ ചെയ്യണം. ലോക്ക്ഡൌൺ ബ്ലോക്ക് 2 ആണ്. റീഡ് യൂണിറ്റ് 6. നമ്മൾ അതിൽ യൂണിറ്റ് 6 റീഡ് ചെയ്യാം. IT സെക്യൂരിറ്റി, ക്യാപ്ച, OTP, ഐഡന്റിറ്റി തെഫ്റ്റ്. ആൻഡ് യൂണിറ്റ് 5 DBMS, RDBMS, DSS, MIS, ERP, GDPR. Then these 2 units alone have appeared in every single session since 2021. 2021 വരെ എല്ലാ എക്സാംസിലും നമുക്ക് ഓൾമോസ്റ്റ് ഇത് ഈ ഒരു സെഷൻസ് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ കൂടുതലായിട്ടും ഡേ 1 ഇത് ഫോക്കസ് ചെയ്യാം. പാർട്ട് 2 21 days സ്റ്റഡി ബിൽഡാണ് നമ്മുടെ കയ്യിലുള്ളത് എന്നുണ്ടെങ്കിൽ ഒരു ആവറേജ് പ്രിപ്പറേഷൻ ആണ് നമ്മൾ നോക്കുന്നത് എന്നുണ്ടെങ്കിൽ 3 weeks ഓഫ് സ്ട്രക്ചർ റീഡിംഗ് പ്ലസ് പ്രാക്ടീസ് ആണ് നമുക്ക് വേണ്ടത്. വീക്ക് 1 എന്ന് പറയുന്നത് അതിൽ ഫൗണ്ടേഷൻസ് ആണ്. ഫസ്റ്റ് റീഡ് ബ്ലോക്ക് 1 ആൻഡ് ബ്ലോക്ക് 2 ഫുള്ളി. യൂണിറ്റ് 1 to 8 നമ്മൾ കംപ്ലീറ്റ് വായിക്കുക. ഹൈലൈറ്റ് എവറി ടേം മെൻഷൻഡ് ഇൻ ദ ഗോൾഡൻ ക്വസ്റ്റ്യൻ ബാങ്ക്. ഗോൾഡൻ ക്വസ്റ്റ്യൻ ബാങ്കിൽ പറഞ്ഞിട്ടുള്ള ഓരോ ടേമും മെൻഷൻ ചെയ്തതൊക്കെ നമ്മൾ ഹൈലൈറ്റ് ചെയ്യുക, അത് പഠിച്ചു തുടങ്ങുക. 1 page സമ്മറീസ്, സൈബർ സെക്യൂരിറ്റി പ്രിൻസിപ്പിൾസും GDPRും പ്ലാസ്റ്റിക് മണിയും ആൻഡ് പേയ്മെന്റ് ടെക്നോളജിയും അതിന്റെയൊക്കെ ഒരു 1 page സമ്മറീസ് നമ്മൾ സ്റ്റഡി ചെയ്യുക. അത് ഒരു 1 page സമ്മറി നമ്മൾ തയ്യാറാക്കുക, എന്നിട്ട് പഠിച്ചു തുടങ്ങുക. പാർട്ട് 3 ദ 45-day മാസ്റ്ററി ട്രാക്ക് ആണ് ഫോർ ഡിസ്റ്റിങ്ഷൻ സീക്കേഴ്സ്. ജസ്റ്റ് നമുക്ക് ടൈം ഉണ്ട്, പഠിക്കാൻ അത്യാവശ്യം ടൈം ഉണ്ട്, നമുക്കൊരു ഡിസ്റ്റിങ്ഷൻ ഒക്കെ വേണം എന്നുള്ളവർക്ക് എല്ലാ യൂണിറ്റും വളരെ കെയർഫുൾ ആയിട്ട് തന്നെ റീഡ് ചെയ്യുക, എല്ലാ ആൻസറും റൈറ്റ് ചെയ്യുക, എല്ലാ കൺസെപ്റ്റും നമ്മളൊന്ന് ഫോക്കസ് ചെയ്യാം. ദെൻ ഡേയ്സ് 1 to 10 നമ്മൾ ചെയ്യേണ്ടത് ബ്ലോക്ക് 1, ബ്ലോക്ക് 2 യൂണിറ്റ് ബൈ യൂണിറ്റ് തന്നെ നമ്മൾ വായിക്കുക. ഓരോ യൂണിറ്റിലെയും മാച്ചിങ് ക്വസ്റ്റ്യൻസും ഗോൾഡൻ ക്വസ്റ്റ്യൻ ബാങ്ക് എന്ന് വരുന്ന മാച്ചിങ് ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ കെയർഫുള്ളി റീഡ് ചെയ്യുക. ക്രോസ് റെഫറൻസ് വിത്ത് ദ അസൈൻമെന്റ് റിസ്ക് ഏരിയാസ് ഇൻ അപ്പൻഡിക്സ് B. ഇനി എക്സാം പാറ്റേൺ ക്വസ്റ്റ്യൻ പേപ്പർ സ്ട്രക്ചർ ആണ്. നമുക്ക് 100 മാർക്കിന്റെയാണ് എക്സാം. ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് 100 ആണ്. 3 hours ഡ്യൂറേഷൻ ആണ് ഉണ്ടായിരിക്കുക. 8 ക്വസ്റ്റ്യൻ ആയിരിക്കും ഉണ്ടായിരിക്കുക. ഓരോ ക്വസ്റ്റ്യനും 20 മാർക്ക് വീതമാണ് നിങ്ങൾക്ക് ഉണ്ടാവുക. ഇതില് ദ പേപ്പർ ഹാസ് നോട്ട് ചേഞ്ച്ഡ് ഇൻ സ്ട്രക്ചർ അക്രോസ് എനി ഓഫ് ദ 8 സെഷൻ അനാലിസ്റ്റ്
December 2021 to December 2025. Always 8 questions, attempt any 5, each worth 20 mark. 8 questions ഉണ്ടായിരിക്കും. അതിലെ ഏതെങ്കിലും 5 എണ്ണമാണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത്. ഓരോന്നിനും 20 മാർക്ക് വീതമാണ് വരുന്നത്. Question 1 is always a heavy theory question. ഒരു ക്വസ്റ്റ്യൻ വണ്ണൊക്കെ കുറച്ച് നല്ല തിയറിയാണ്. കമ്പ്യൂട്ടർ ഫണ്ടമെന്റൽസിനൊക്കെ കുറിച്ചിട്ടുള്ള തിയറി ക്വസ്റ്റ്യൻസ് ആണ് വരിക. മേ ബി ജനറേഷൻസ് വരാം, ക്ലാസിഫിക്കേഷൻ, ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഇൻ ബിസിനസ്, അല്ലെങ്കിൽ മിലിറ്ററി, അല്ലെങ്കിൽ മെഡിസിൻ, അതിലൊക്കെ എങ്ങനെ കമ്പ്യൂട്ടർ നമ്മൾ അപ്ലൈ ചെയ്യുന്നു എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും ക്വസ്റ്റ്യൻ 1 വരുന്നത്. ക്വസ്റ്റ്യൻ 2 ഈസ് consistently a compare and contrast or examples based question covering 4 to 5 subparts. Subparts ആയിട്ടാണ് വരാറുള്ളത് മോസ്റ്റ്ലി. റീസൺ സെഷൻ ഡിമാൻഡ് ഷാർപ്പ് ഡിസ്റ്റിങ്ഷൻ അക്രോസ് OS ടൈപ്പ്, സോഫ്റ്റ്വെയർ ടൈപ്സ്, നെറ്റ്വർക്ക്സ്, പ്രോട്ടോകോൾസ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതലായിട്ടും അതിൽ വരാറുള്ളത്. ഇതിൽ എക്സാം പേപ്പറിന്റെ ഒരു ബ്ലൂ പ്രിന്റ് ആണ് നിങ്ങൾക്ക് കാണിച്ചിട്ടുള്ളത്. ഒരു പിക്ചോറിയൽ റെപ്രസെന്റേഷൻ ആണ്. ഇങ്ങനെയൊക്കെയാണ്. ലോങ് തിയറി എത്ര വരുന്നുണ്ട്, ന്യൂമറിക്കൽ എത്ര വരുന്നുണ്ട്, കമന്റ് ഓൺ സ്റ്റേറ്റ്മെന്റ് എത്ര വരുന്നുണ്ട്, ഷോർട്ട് നോട്ട്സ് ഏതൊക്കെ വരുന്നുണ്ട്, കമ്പയർ, ഡിസ്റ്റിംഗ്വിഷ് എങ്ങനെയൊക്കെ വരുന്നുണ്ട്. കൂടുതലായിട്ടും വരുന്നത് ലോങ് തിയറി ആണ്. ഒരു 35% ലോങ് തിയറി ആണ് വരുന്നത്. പിന്നെ കുറച്ചും കൂടെ വരുന്നത് കമ്പയർ അല്ലെങ്കിൽ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാനുള്ള ഒരു രീതിയിലാണ് വരുന്നത്. പിന്നെ ഷോർട്ട് നോട്ട്സ് ആണ്. ദെൻ കമന്റ് ഓൺ സ്റ്റേറ്റ്മെന്റ് ആണ്. അതേപോലെ തന്നെ ന്യൂമറിക്കൽ റേഷ്യോസ് ആണ് പിന്നെ വരുന്നത്. നെക്സ്റ്റ് ഹൈ ഈൽഡ് സിലബസ് മാപ്പ്. എങ്ങനെയൊക്കെയാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത്, നമ്മൾ എങ്ങനെയാണ് ഓരോ ക്വസ്റ്റ്യൻസിനെയും നമ്മൾ നോട്ടീസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ്. നമുക്കൊരു ടയർ സിസ്റ്റം ഉണ്ട്. ഹൈ ഈൽഡ് ക്വസ്റ്റ്യൻ, അതായത് എല്ലാ ടൈമിലും മോസ്റ്റ്ലി റിപ്പീറ്റഡ്ലി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ നമ്മൾ അതിന് 3 സ്റ്റാർ ആണ് കൊടുക്കുന്നത്. മീഡിയം ഈൽഡ് എന്ന് പറയുമ്പോൾ ഫ്രീക്വന്റ്ലി ആയിരിക്കും അപ്പിയർ ചെയ്തിട്ടുണ്ടായിരിക്കുക. അങ്ങനെയുള്ളതിന് നമ്മൾ 2 സ്റ്റാർ ആണ്. ലോ ഈൽഡ് എന്ന് പറയുമ്പോൾ അപ്പിയേഴ്സ് ഒക്കേഷണലി, ഗുഡ് ഫോർ കോംപ്രിഹെൻസീവ് കവറേജ്. നമ്മുടെ ഒരു സ്റ്റഡി ടൈം നമ്മൾ അലോക്കേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് 50% നമ്മൾ 3 സ്റ്റാറിനും, 30% നമ്മൾ 2 സ്റ്റാറിനും, 20% നമ്മൾ 1 സ്റ്റാറിനും, ഇങ്ങനെയാണ് നമ്മൾ നമ്മുടെ ഒരു പഠിക്കാനുള്ള ടൈമിനെ അലോക്കേറ്റ് ചെയ്യേണ്ടത്. ദെൻ അത് നമുക്ക് ബ്ലോക്ക് വൈസും യൂണിറ്റ് വൈസും ഒക്കെ നമുക്ക് നോക്കാം എങ്ങനെയൊക്കെയാണ് അത് വരുന്നത് എന്നുള്ളത്. ബ്ലോക്ക് 1 യൂണിറ്റ് 1 ഇൻട്രൊഡക്ഷൻ ടു കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് 8 ടൈംസ് ആണ് ചോദിച്ചിട്ടുള്ളത്. December 2025 ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. 3 സ്റ്റാർ ആണ് അതിന് വരുന്നത്. നെക്സ്റ്റ് വൺ ബ്ലോക്ക് 1 യൂണിറ്റ് 2 അപ്ലിക്കേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ് 5 ടൈംസ് ആണ് ചോദിച്ചിട്ടുള്ളത്. December 2025 ആണ് ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. സ്റ്റാർ എന്ന് പറയുന്നത് 2 സ്റ്റാർ ആണ് അത് വരുന്നത്. ഫോക്കസ് ചെയ്യേണ്ട പോയിന്റ് തന്നെയാണ് അതും. ബ്ലോക്ക് 1 തന്നെ യൂണിറ്റ് 3 വെബ് ആപ്ലിക്കേഷൻസ്, അതിൽ ബ്രൗസേഴ്സ്, ഗൂഗിൾ ഡ്രൈവ്, ക്ലൗഡ് ഇതെല്ലാം വരുന്നുണ്ട്. 6 ടൈംസ് ആണ് ചോദിച്ചിട്ടുള്ളത്. June 2024 ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. 3 സ്റ്റാർ ആണ് അതിന് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ബ്ലോക്ക് 1 യൂണിറ്റ് 4 ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ, OS, കമ്പൈലർ, ഇന്റർപ്രറ്റർ, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതിൽ ഫ്രീക്വൻസി എന്ന് പറയുന്ന 9 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ് അത്. December 2025 ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. 3 സ്റ്റാർ തന്നെയാണ് അതിനും വരുന്നത്. ഈ ബ്ലോക്ക് 1 തന്നെ യൂണിറ്റ് 3, യൂണിറ്റ് 4 ഒക്കെ നിങ്ങൾ നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതാണ് കേട്ടോ. യൂണിറ്റ് 1. ദെൻ ബ്ലോക്ക് 2 യൂണിറ്റ് 5 ബിസിനസ് ഇൻഫർമേഷൻ സിസ്റ്റം, DBMS, DSS, MIS, ERP, GDPR, ഇങ്ങനെയുള്ള കാര്യങ്ങൾ 9 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. December 2025 ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. 3 സ്റ്റാർ ആണ് അതിന് പ്രൊവൈഡ് ചെയ്യുന്നത്. ബ്ലോക്ക് 2 യൂണിറ്റ് 6 IT സെക്യൂരിറ്റി മെഷേഴ്സ് ആണ്. സൈബർ സെക്യൂരിറ്റി, ക്യാപ്ച, OTP തുടങ്ങിയ കാര്യങ്ങളാണ്. 11 ടൈംസ് അത് ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ കണ്ടതിൽ വെച്ച് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതാണ്. കണ്ടിന്യൂസ്ലി വന്നിട്ടുള്ളത്. December 2025 ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. 3 സ്റ്റാർ ആണ് അതിന് കൊടുത്തിട്ടുള്ളത്. സോ കോൺസെൻട്രേറ്റ് ചെയ്യാം. ബ്ലോക്ക് 2 യൂണിറ്റ് 7 ഇന്റർനെറ്റ് സർവീസ് ആൻഡ് ഇമെയിൽ കോൺഫിഗറേഷൻ 7 ടൈംസ് ആണ് ചോദിച്ചിട്ടുള്ളത്. December 2025 ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. 3 സ്റ്റാർ തന്നെയാണ് അതിനും പ്രൊവൈഡ് ചെയ്യുന്നത്. ബ്ലോക്ക് 2 യൂണിറ്റ് 8 പ്ലാസ്റ്റിക് മണി, ഇ-വാലറ്റ് ആൻഡ് ഓൺലൈൻ പേ 8 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. December 2025 ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. 3 സ്റ്റാർ ആണ് അതിനും വരുന്നത്. നമ്മൾ ബ്ലോക്ക് 1ഉം ബ്ലോക്ക് 2 നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം. ദെൻ ബ്ലോക്ക് 3 യൂണിറ്റ് 9 ബേസിക്സ് ഓഫ് വേർഡ് പ്രോസസ്സിംഗ്. ഫ്രീക്വൻസി എന്ന് പറയുന്ന 1 ടൈം ആണ്. നമ്മൾ അതിന് 1 സ്റ്റാർ ആണ് കൊടുത്തിട്ടുള്ളത്. June 2023 ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. ദെൻ ബ്ലോക്ക് 3 തന്നെ യൂണിറ്റ് 10 വർക്കിംഗ് വിത്ത് വേർഡ് പ്രോസസ്സിംഗ്, ഫയൽ മാനേജ്മെന്റ്, MS വേർഡ് 4 ടൈംസ് ആണ് ചോദിച്ചിട്ടുള്ളത്. December 2024 ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. 2 സ്റ്റാർ ആണ് അതിന് വരുന്നത്.
ബ്ലോക്ക് 3 യൂണിറ്റ് 11 അഡ്വാൻസ്ഡ് ടൂൾസ്, മെയിൽ മെർജ്, ഇക്വേഷൻ എഡിറ്റർ, ട്രാക്കിംഗ്, അങ്ങനെയുള്ള കാര്യങ്ങൾ 6 ടൈംസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ജൂൺ 2025 ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. 3 സ്റ്റാർ ആണ് അതിന് വരുന്നത്. അപ്പൊ ബ്ലോക്ക് 3 നമുക്ക് ആ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് കുറച്ചും കൂടി ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ദെൻ ബ്ലോക്ക് 3 യൂണിറ്റ് 12 ക്രിയേറ്റിംഗ് ബിസിനസ് ഡോക്യുമെന്റേഷൻ, DPR റിപ്പോർട്ട്സ് 5 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. 2 സ്റ്റാർ ആണ് നമ്മൾ അതിന് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഡിസംബർ 2025 ആണ് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. ബ്ലോക്ക് 4 യൂണിറ്റ് 13 വർക്കിംഗ് വിത്ത് പവർ പോയിന്റ് 3 ടൈംസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഡിസംബർ 2024 ആണ് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. 2 സ്റ്റാർ ആണ് അതിന് പ്രൊവൈഡ് ചെയ്യുന്നത്. ബ്ലോക്ക് 4 യൂണിറ്റ് 14 മൾട്ടിമീഡിയ വീഡിയോ മേക്കിംഗ് ആൻഡ് യൂട്യൂബ് 4 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. ജൂൺ 2025 2 സ്റ്റാർ ആണ് വന്നിട്ടുള്ളത്. ബ്ലോക്ക് 4 യൂണിറ്റ് 50 ക്രിയേറ്റിംഗ് ബിസിനസ് പ്രസന്റേഷൻ 2 ടൈംസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഡിസംബർ 2025 ആണ് ലേറ്റസ്റ്റ് വന്നിട്ടുള്ളത്. 1 സ്റ്റാർ ആണ് അതിനുള്ളത്. ബ്ലോക്ക് 5 യൂണിറ്റ് 16 സ്പ്രെഡ്ഷീറ്റ്സ് കൺസെപ്റ്റ്, എക്സൽ ലേഔട്ട്, സെൽ കമന്റ്സ് അതിൽ 3 ടൈംസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ജൂൺ 2025 ലേറ്റസ്റ്റ്. 2 സ്റ്റാർ ആണ് നമ്മൾ അതിന് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഒന്ന് മനസ്സിലാക്കുക, ബ്ലോക്ക് 1, 2, 3 അത്രയും ഇമ്പോർട്ടന്റ് ആണ്. കൂടുതൽ ഇമ്പോർട്ടന്റ് കൊടുത്തിട്ട് തന്നെ പഠിക്കാം. ബാക്കിയുള്ള ബ്ലോക്കുകൾ പഠിക്കേണ്ടെന്നല്ല, അതിലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ കവർ ചെയ്തിട്ട് തന്നെ പോകണം കേട്ടോ എക്സാമിന്. Then block 5 unit 17 formulas and functions, logical, financial, math. ഫ്രീക്വൻസി വരുന്നത് 4 ടൈംസ് ആണ്. ലേറ്റസ്റ്റ് ഡിസംബർ 2025 ടയർ എന്ന് പറയുന്നത് 2 സ്റ്റാർ ആണ്. ബ്ലോക്ക് 5 യൂണിറ്റ് 18 ഗ്രാഫിക്കൽ പ്രസന്റേഷൻ ഓഫ് ഡാറ്റ അല്ലെങ്കിൽ ചാർട്ട്സ് ആണ്. അതിൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത് 2 ടൈംസ് ആണ്. ജൂൺ 2022 ആണ് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. 1 സ്റ്റാർ ആണ് അതിന് വരുന്നത്. ബ്ലോക്ക് 5 യൂണിറ്റ് 19 അഡ്വാൻസ്ഡ് ഓപ്ഷൻസ് ഇൻ സ്പ്രെഡ്ഷീറ്റ്സ്, സോർട്ടിംഗ്, റിഗ്രഷൻ 3 ടൈംസ് ആണ്. ഡിസംബർ 2024 ആണ് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. 2 സ്റ്റാർ ആണ് നമ്മൾ അതിന് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ബ്ലോക്ക് 5 യൂണിറ്റ് 20 ക്രിയേറ്റിംഗ് ബിസിനസ് സ്പ്രെഡ്ഷീറ്റ്സ്, റേഷ്യോ, ക്യാപിറ്റൽ, ബഡ്ജറ്റ്, ഡിപ്രിസിയേഷൻ ആണ്. 8 ടൈംസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഡിസംബർ 2025 ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. 3 സ്റ്റാർ ആണ് അതിന് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇത് അതിന്റെ നമ്മളുടെ യൂണിറ്റ് ഫ്രീക്വൻസിയുടെ ഒരു ഓവർവ്യൂ ആണ്. ഏതൊക്കെ ചാപ്റ്റർ എന്നാണ്, ഏതൊക്കെ ഫ്രീക്വൻസി എങ്ങനെയൊക്കെയാണ് വരുന്നത് എന്നാണ് കൊടുത്തിട്ടുള്ളത്. ജസ്റ്റ് ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യത്തിന്റെ ഒരു പിക്ചോറിയൽ റെപ്രസെന്റേഷൻ ആണ് കേട്ടോ. യൂണിറ്റ് ഫ്രീക്വൻസി ഓവർവ്യൂല് ടോപ്പ് 5 മോസ്റ്റ് റിപ്പീറ്റഡ് എക്സാം ടോപ്പിക്സ് വന്നിട്ടുള്ളത് സൈബർ സെക്യൂരിറ്റി, ക്യാപ്ച, OTP ആൻഡ് ഐഡന്റിറ്റി തെഫ്റ്റ് ആണ്. യൂണിറ്റ് 6 ആണ്. 11 ടൈംസ് അത് ചോദിച്ചിട്ടുണ്ട്. ദെൻ ഇൻഫർമേഷൻ സിസ്റ്റം, DBMS, DSS, MIS, ERP, GDPR അതൊരു 9 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ, OS, കമ്പൈലർ വേഴ്സസ് ഇന്റർപ്രേറ്റർ യൂണിറ്റ് 4 9 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. റേഷ്യോ അനാലിസിസ്, NPV, IRR, ഡിപ്രീസിയേഷൻ യൂണിറ്റ് 20 ഒരു 8 ടൈംസ് ചോദിച്ചിട്ടുണ്ട്. പ്ലാസ്റ്റിക് മണി, വാലറ്റ് ആൻഡ് പേയ്മെന്റ് യൂണിറ്റ് 8 8 ടൈംസ് തന്നെ അതും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ കൂടുതൽ കോൺസെൻട്രേഷൻ ഇതിൽ കൊടുക്കുക. ബാക്കിയുള്ളത് അത് കഴിഞ്ഞിട്ടുള്ള ഫോക്കസ് ചെയ്ത് എല്ലാം പഠിച്ചിട്ട് തന്നെ പോകണം. പക്ഷെ കൂടുതലായിട്ട് നമ്മൾ ഇത് കോൺസെൻട്രേറ്റ് ചെയ്യാം. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച IGNOU സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ IGNOUയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. ഇനി നമ്മുടെ ഗോൾഡൻ ക്വസ്റ്റ്യൻ ബാങ്ക് ആണ്. ഹൈ പ്രോബബിലിറ്റി ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അതിൽ ഇൻട്രൊഡക്ഷൻ ടു കമ്പ്യൂട്ടർ 3 ക്വസ്റ്റ്യൻസ് ആണ്. മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ട് 3 ക്വസ്റ്റ്യനും വന്നിട്ടുണ്ട്. കമ്പയർ കമ്പ്യൂട്ടർ വിത്ത് സ്മാർട്ട് ഫോൺ, ബ്രീഫ്ലി ഡിസ്കസ് ദ ക്ലാസിഫിക്കേഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ് ഓൺ ദ ബേസ് ഓഫ് പർപ്പസ്, സൈസ് ആൻഡ് കപ്പാസിറ്റി, ഡാറ്റ ഹാൻഡ്ലിംഗ്. Then, what do you understand by computer generation? Briefly discuss 4th, 5th and 6th generation of computers. Also compare analog computer and digital computer. Discuss in detail about various hardware and software components of a computer system. Distinguish between mainframe and supercomputers. ഇതിന്റെ ഫുൾ ആൻസേഴ്സും ബ്ലൂ പ്രിന്റ്സും എല്ലാം നമ്മുടെ ലേൺവൈസിന്റെ PYQ ബുക്ക്ലെറ്റിൽ അവൈലബിൾ ആണ് കേട്ടോ. ബിസിനസ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് അതിൽ നമുക്ക് 3 ക്വസ്റ്റ്യൻ ആണ്. 3 മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് വന്നിട്ടുള്ള തന്നെയാണ്. മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഹൗ ക്യാൻ വി റിലേറ്റ് ബിസിനസ് ടു ഇൻഫർമേഷൻ സിസ്റ്റം? ഡിസ്കസ് ദ റിലേഷൻഷിപ്പ് ഓഫ് ബിസിനസ് വിത്ത് ഇൻഫർമേഷൻ സിസ്റ്റം വിത്ത് സ്യൂട്ടബിൾ ബ്ലോക്ക് ഡയഗ്രാം. എക്സ്പ്ലെയിൻ DSS, MIS ആൻഡ് ERP.
How does file processing system differ from database management system, DBMS? What are the major functionalities of DBMS? How is data abstraction achieved in RDBMS? What do you mean by GDPR? Distinguish between DPD and GDPR. Discuss data models and explain 3 types. Next, IT security measures in business ആണ് 3 questions ആണ്. Most repeated ആയിട്ട് 3 question വന്നിട്ടുണ്ട്. What is cyber security? Explain 3 key security principles. Describe confidentiality, integrity and availability as the fundamental principles of cyber security. What is CAPTCHA? Briefly discuss the purpose of CAPTCHA code. Discuss the various types of CAPTCHA codes. Compare text-based and audio-based CAPTCHA. What is authentication? How does authentication differ from authorization? Explain the role of penetration testing as a step towards information security. Discuss access control policy and two-factor authentication. Plastic money, e-wallet and online pay. 3 questions ആണ് most repeated ആയിട്ട് വന്നിട്ടുള്ളത്. What is the role of e-payment in commerce? Briefly explain various technologies involved in e-payment. Discuss the precautions required. What do you understand by plastic money? How was it originated? Briefly discuss its usage in business, trade and commerce. Distinguish plastic money and e-wallet. Distinguish between NEFT and RTGS. Distinguish between open wallet and closed wallets. Creating business spreadsheet 3 questions ആണ് most repeated ആയിട്ട് വന്നിട്ടുള്ളത്. What is ratio analysis? Briefly discuss current ratio, quick ratio, gross profit ratio, operating cost ratio and inventory turnover ratio with examples. Describe depreciation accounting, compare straight line method and diminishing balance method. How are SLN and DB implemented in MS Excel? Explain the role of IRR method and NPV method in capital budgeting. Compare NPV and IRR. Give example for each. Web applications le 2 question ആണ് most repeated ആയിട്ട് വന്നിട്ടുള്ളത്. What do you mean by web browsers? Name any 5 popular web browser and discuss their salient features. Also compare graphical and non-graphical web browsers. Explain with the help of example Google Drive and Google Suite. Discuss the utility and features of Google Documents and how it compares with MS Word. Basics of computer software 2 question ആണ് most repeated ആയിട്ട് വന്നിട്ടുള്ള ഒരു question ആണ്. Compare and contrast compiler and interpreter. Compare Android OS and Windows OS. Distinguish system software and application software. Discuss the various types of operating system, real-time, time-sharing, batch, distributed, and explain free and open software. ഇതിന്റെ എല്ലാം ഫുൾ ആൻസർ ബ്ലൂ പ്രിന്റ്സും അതേപോലെ തന്നെ നമ്മുടെ സ്കോറിംഗ് ഫ്രെയിംവർക്കും എല്ലാം നമ്മുടെ ലേൺവൈസിന്റെ PYQA ബുക്ക്ലെറ്റിൽ അവൈലബിൾ ആണ്. ഇന്റർനെറ്റ് സർവീസ് ആൻഡ് ഇമെയിൽ കോൺഫിഗറേഷനിലെ 2 question ആണ് most repeated ആയിട്ട് വന്നിട്ടുള്ളത്. What is computer network? Briefly discuss the various types, PAN, LAN, MAN, WAN and HAN. Compare WAN and LAN. Compare internet, intranet and extranet. How does www differ from internet? Briefly discuss SMTP, IMAP and POP protocols for the configuration of emails. Compare CCTLD and GTLD. Advanced tools using word processing 2 question ആണ് most repeated ആയിട്ട് വന്നിട്ടുള്ള 1 question ആണ്. Discuss in detail about the various components of mail merge. Explain the process of mail merge in 3 steps. Why is it required to create a data source? What is the utility of equation editor and tracking in Microsoft Word? Application of computers 1 question ആണ് most repeated ആയിട്ട് വന്നിട്ടുള്ളത്. Discuss the role of computers in bringing medical revolution. Briefly describe the use of computers in military and defense. Define computer applications and explain its importance in business. ഇനി നമ്മുടെ predictive practice set ആണ്. 2 full mock papers ആണ്. Questions മാത്രമാണ് ഉണ്ടായിരിക്കുക. Practice set A high probability paperൽ time 3 hours ആണ്. Any 5 questions ആണ് നമ്മൾ attempt ചെയ്യേണ്ടത്. 20 മാർക്കാണ് each വരുന്നത്. Question number 1. Define a computer and discuss its classification on the basis of size and capacity. അതിലെ തന്നെ sub question ആണ്. Compare 4th and 5th generations of computers with 1 example each. Question number 2. Compare and contrast the following. A. Compiler and interpreter. B. System software and application software. C. LAN and WAN.
D. NEF and RTGS. E. DSS and MIS. Question number 3. What is cyber security? Discuss confidentiality, integrity, and availability as the 3 fundamental principles. Explain the role of two-factor authentication in modern banking. Question number 4. How does file processing system differ from a database management system? Explain the 3 levels of data abstraction in RDBMS using a diagram. Practice set next question. Question number 5. Discuss the components of mail merge. Explain the 3-step process of merging mails. Why is it necessary to create a data source separately? Question number 6. Comment on the following statements. A. Ratio analysis is essential for evaluating and business proposal. B. Free and open source software helps small business cut cost. Question number 7. Write short notes on any 4 of the following. A. Captcha code. B. GDPR. C. E-wallet. D. Identity theft. E. Google AdSense. Question number 8. Distinguish between the following: authentication and authorization, plastic money and e-wallet. Then practice at B. Time 3 hours തന്നെയാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏതെങ്കിലും 5 ക്വസ്റ്റ്യൻ ആണ് അറ്റൻഡ് ചെയ്യേണ്ടത്. 20 മാർക്കാണ് ഈച്ച് വരിക. Question number 1. Discuss the role of computers in business and society. Briefly describe their use in medicine and defense. Question number 2. What do you understand by web browser? Name any 5 popular browsers and discuss their salient features. Compare graphical and non-graphical browsers. Question number 3. What is e-payment? Briefly discuss any 4 technologies involved in e-payment system and the precautions to be taken by the user. Question number 4. Explain slide views in PowerPoint. List and explain the steps for preparing a business project presentation. Question number 5. What is ratio analysis? Briefly discuss with a numerical example each of current ratio, quick ratio, gross profit ratio, inventory turnover ratio. Question number 6. Comment on the following statements. Mail merge save time when sending personalized letters to many recipients. Cloud-based storage is changing the way business save documents. Question number 7. Write short notes on any 4 of the following: URL, cloud computing, DPR structure, animation, ERP. Distinguish between, question number 8. Distinguish between the following: straight line and diminishing balancing method of depreciation. B. SMTP and IMAP. നമ്മുടെ ആൻസർ റൈറ്റിംഗ് ടൂൾ കിറ്റില് ജസ്റ്റ് നമ്മൾ ഇൻട്രൊഡക്ഷനും ബോഡി കൺക്ലൂഡ് ഫ്രെയിംവർക്കിലാണ് വരുന്നത്. ഫോർ 20 മാർക്ക് ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ നമ്മളൊരു 500 to 600 വേർഡ്സിലാണ് എഴുതേണ്ടത്. ഇൻട്രോ സ്റ്റാർട്ട് ചെയ്യുക, 2 to 3 സെന്റൻസിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. ദെൻ കീ കൺസെപ്റ്റ് എന്താണ് എന്നുള്ളത് നമ്മൾ അതിൽ ഡിഫൈൻ ചെയ്യണം. അതേപോലെ തന്നെ ബോഡി പാർട്ടിൽ 4 to 6 ഡിസ്റ്റിങ്ക്റ്റ് പോയിന്റ്സ് ആയിരിക്കും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് പോകേണ്ടത്. ഡെവലപ്പ് ഈച്ച് പോയിന്റ് വിത്ത് ബ്രീഫ് എക്സ്പ്ലനേഷൻ. യൂസ് ടോപ്പിക് സെന്റൻസസ്. ഇൻക്ലൂഡ് എക്സാമ്പിൾസ് ഫ്രം SLM ഓർ റിയലിസ്റ്റിക് സെനാരിയോ. നമുക്ക് SLM എന്നോ അല്ലെങ്കിൽ നമ്മുടെ റിയലിസ്റ്റിക് സെനാരിയോസ് എന്നൊക്കെ ഉള്ള എക്സ്പീരിയൻസ് ഒക്കെ അല്ലെങ്കിൽ എക്സാമ്പിൾസ് ഒക്കെ നമുക്കതിൽ ഇൻക്ലൂഡ് ചെയ്യാം. ദെൻ കൺക്ലൂഡ് ചെയ്യുക. 2-3 സെന്റൻസിൽ കൺക്ലൂഡ് ചെയ്യാം. കോൺഫിഡന്റ് ആയിട്ട് തന്നെ നമ്മൾ അത് ക്ലോസ് ചെയ്യാം. ഓക്കെ. ഒരു സ്ട്രക്ചറിങ് തിയറി ആൻഡ് ഡിസ്കഷൻ ആൻസേഴ്സ് ഒക്കെ ആണെന്ന് വെച്ചാൽ തിയറി ബേസ്ഡ് ആൻസേഴ്സ് ആണെങ്കിൽ നമ്മൾ ആ തിയറി എന്താണ് എന്നുള്ളത് ഡിഫൈൻ ചെയ്യണം. വളരെ വൃത്തിയായിട്ട് തന്നെ അത് ഡിഫൈൻ ചെയ്യാം. അതിന്റെ കോർ കമ്പോണൻസും അതേപോലെ തന്നെ യൂസിങ് നമ്മൾ SLM ടെർമിനോളജി ഒക്കെ യൂസ് ചെയ്തിട്ട് തന്നെ കോർ കമ്പോണൻസ് ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യാം. പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഫോർ മാനേജേഴ്സ് എല്ലാം ഡിസ്കസ് ചെയ്യുക. ദെൻ അഡ്രസ് ലിമിറ്റേഷൻസ് ഓർ ക്രിറ്റിസിസംസ്. കണക്ട് ടു മോഡേൺ പ്രാക്ടീസ് ഓർ റിലേറ്റഡ് തിയറീസ്. ഡിസ്കസ് വേഴ്സസ് എക്സ്പ്ലെയിൻ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ ഡിസ്കസ് ആണെങ്കിൽ ബാലൻസ്ഡ് അനാലിസിസ് ആയിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. പ്രസന്റ് മൾട്ടിപ്പിൾ പെർസ്പെക്റ്റീവും അതിന്റെ പ്രോസ് കോൺസ് ട്രേഡ് ഓഫ്സ് ഒക്കെ വെച്ച് നമുക്കത് ചെയ്യാം. എക്സ്പ്ലെയിൻ ആണെങ്കിൽ ഡെപ്ത് ആൻഡ് ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. ബ്രേക്ക് ഇൻ ടു കമ്പോണൻസ്, ഷോ ഹൗ ദേ ഇന്റർ കണക്ട്. അതാണ് കൂടുതലായിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ പോയിന്റ്സിൽ ഉൾപ്പെടുത്തേണ്ടത്. നെവർ ടേക്ക് ആൻ എക്സ്ട്രീം പൊസിഷൻ ഇൻ ഡിസ്കസ് ആൻസേഴ്സ് ഓർ അക്നോളജ് ട്രേഡ് ഓഫ്. ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്ന ഫസ്റ്റ് കിട്ടുന്ന 5 minutes നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസും വളരെ കെയർഫുള്ളി ആയിട്ട് തന്നെ റീഡ് ചെയ്യുക. ദെൻ അതിന് ശേഷം നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക. നമുക്കത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് കുറച്ചും കൂടി കോൺഫിഡന്റ് ആയിട്ടുള്ള ആൻസേഴ്സ് നമുക്ക് അറിയാം എന്നുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ അതിനെ നമ്മൾ അപ്പൊ തന്നെ മൈൻഡിൽ മാറ്റി വെക്കുക. ദെൻ ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവിടെ നോട്ട് സ്റ്റാർട്ട് ചെയ്യാം. 30 minutes നമ്മൾ ഓരോന്നിന്റെയും ആൻസർ എഴുതി സ്റ്റാർട്ട് ചെയ്യാം. ഇൻട്രൊഡക്ഷൻ, ബോഡി, കൺക്ലൂഷൻ എന്നുള്ള രീതിയിലായിരിക്കണം ചെയ്യേണ്ടത്. ദെൻ 6 minutes നമ്മൾ
ഓരോ ആൻസറും റിവ്യൂ ചെയ്യുക, അതിന് എന്തെങ്കിലും മിസ്സിംഗ് വേർഡ്സ് ഉണ്ടോ, കറക്ഷൻസ് എന്തെങ്കിലും കൊടുക്കാനുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കുക. ദെൻ 50 മിനിറ്റ്സിൽ ഫൈനൽ റിവ്യൂ ആണ്. ഒരിക്കലും അത് ആ ഒരു ടൈമിൽ നമ്മൾ റീറൈറ്റ് ചെയ്യാൻ നിൽക്കരുത്. എന്തെങ്കിലും സ്മാൾ കറക്ഷൻസ് ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ അതിൽ ചെയ്യാം. ഓക്കെ, ആ ഒരു ടൈമിൽ നമ്മൾ അതെല്ലാം യൂസ് ചെയ്യാം. Then quality over quantity. A well-structured 400-word answer scores more than a rambling 800. എപ്പോഴും നമ്മൾ ആലോചിക്കുക, നമ്മുടെ ക്വാണ്ടിറ്റിയെക്കാട്ടിലും കൂടുതലായിട്ട് നമുക്ക് ക്വാളിറ്റി ആണ് വേണ്ടത്. നമ്മൾ എഴുതുന്ന ഓരോ ആൻസറിലും കണ്ടന്റ് ഉണ്ടായിരിക്കണം. ഇനി നമുക്ക് ഈ പറയുന്ന എല്ലാ ക്വസ്റ്റ്യൻസിന്റെയും ഫുൾ വർക്ക്ഡ് ആൻസേഴ്സ് കിട്ടണം എന്നുണ്ടെങ്കിൽ PYQന്റെ ബുക്ക്ലെറ്റ് ആയാലും ആൻസർ ബ്ലൂ പ്രിന്റ് ആയാലും ഇതെല്ലാം നമ്മുടെ ലേൺവൈസിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഗൈഡൻസ് ഉണ്ടായിരിക്കും. ആൻസർ പ്രസന്റേഷനും എക്സാം സ്ട്രാറ്റജിയും എല്ലാം നമുക്ക് അവൈലബിൾ ആണ്. എൻറോൾ ചെയ്യാൻ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഒന്നില്ലേ വാട്സപ്പ് ചെയ്യുക അല്ലെങ്കിൽ കോൾ ചെയ്യുക. നമ്മുടെ ടീം മെമ്പേഴ്സ് നിങ്ങളെ കണക്ട് ചെയ്യുന്നുണ്ടാവും. 7592939616 എന്ന നമ്പറിലോട്ടാണ് നിങ്ങൾ കോൺടാക്ട് ചെയ്യേണ്ടത്. എന്തൊക്കെയാണ് നമ്മുടെ ലേൺവൈസിൽ പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ പ്രാക്ടീസ് സെറ്റ് ക്വസ്റ്റ്യൻസിന്റെ എല്ലാം ഫുൾ വർക്ക്ഡ് ആൻസേഴ്സ് ഉണ്ടായിരിക്കും. കംപ്ലീറ്റ് PYQA ബുക്ക്ലെറ്റ് ഉണ്ടായിരിക്കും. ഹൈ പ്രോബബിലിറ്റി ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കും. ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഗൈഡൻസ് ആയിരിക്കും നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക. മെന്റേഴ്സിന്റെ സപ്പോർട്ട് എന്തായാലും ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ ലേൺവൈസ് അഡ്വാൻസ് ലേണിംഗ് എക്കോ സിസ്റ്റത്തിലൂടെ തന്നെ നിങ്ങൾക്ക് പഠിച്ചു മുന്നോട്ട് പോകാൻ പറ്റും. ഈ നമ്പറിൽ നമ്മൾ കോൺടാക്ട് ചെയ്യാം. നമ്മുടെ ടീം എന്തായാലും നിങ്ങളെ കണക്ട് ചെയ്യുന്നുണ്ടാവും. 7592939616. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു നമ്പറിൽ ഒന്നില്ലേ കോൾ ചെയ്യുക അല്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് ഇടാം. അപ്പൊ തന്നെ നമ്മുടെ ടീം മെമ്പേഴ്സ് നിങ്ങളെ കണക്ട് ചെയ്യും കേട്ടോ. ഓക്കെ, അപ്പൊ എന്തായാലും ലേൺവൈസിൽ എല്ലാവരും ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് എന്തായാലും ഉണ്ടായിരിക്കും, നല്ലൊരു ഫ്യൂച്ചർ എന്തായാലും ഉണ്ടായിരിക്കും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ TE എക്സാം. താങ്ക് യു സോ മച്ച്. കൂടുതൽ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച IGNOU സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ IGNOUയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.